നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, മനസ്സിന്റെ വിഷമം കൊണ്ടാവും അവനിപ്പോ നന്നായി കുടിക്കുന്നുമുണ്ട്. ഒന്നും എതിർത്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. കൂടെ നിന്നവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി തോൽപ്പിക്കാൻ ശ്രമിച്ചാല് ഒരാൾ തകർന്നു പോവില്ലേ ആന്റി? അതാ ഇന്ദ്രന്റെ കാര്യത്തിൽ സംഭവിച്ചത്. സത്യം പറഞ്ഞ ഇപ്പൊ ട്രാവൽസും കടയും നഷ്ടപ്പെട്ടു എന്ന് പറയാല്ലേ? അതെ, ഇനി ആ അനുവിന്റെ അഹങ്കാരം കൂടി കാണണം. അവളുടെ ദയക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥയാണിപ്പോ. സുശീലാന്റി, അല്ല, നിങ്ങൾ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ ഹർഷി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അത് നന്നായി. ഞാനൊരു കാര്യം അറിഞ്ഞു. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞോന്ന് ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. എന്താ എന്താ രവിയേട്ടാ? അല്ല, എന്നെ ട്രാവൽസിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പം മരുമകനും അച്ഛനും കൂടിയാണോ അവിടെ ഭരണം? അല്ല, രവി എന്തായി പറയുന്നേ? അത് പിന്നെ ഞാൻ പറയുന്നതല്ല. ട്രാവൽസിലൊരു ഡ്രൈവറെ ഞാൻ വഴി വെച്ച് കണ്ടു. അയാളാ പറഞ്ഞ പുതിയ ഭരണം അവരാണെന്ന്. എന്താ ആന്റി ഇത്? അയാള് നമ്മളെല്ലാം പറഞ്ഞു പറ്റിച്ചത് മറന്നോ? അല്ല, അതിന് ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഹർഷേ. ഞാൻ മാത്രമല്ല, ഇന്ദ്രനും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഏതായാലും അവൻ അവിടെ അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. അതാണല്ലോ അച്ഛനെ കൂടി കൊണ്ടുവന്നത്. ഇനി ഇന്ദ്രൻ അവിടെ യാതൊരു അവകാശം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അനുവദിക്കരുത് ആന്റി. എത്ര ദിവസം നമ്മൾ ആ കോടതി കയറി ഇറങ്ങി അലഞ്ഞതെന്ന് ആന്റിക്ക് അറിയാലോ. എല്ലാത്തിനും കാരണം അയാളല്ലേ ആന്റി? അതെ, ഇത് ഞാൻ അനുവദിക്കില്ല. എന്റെ മോനെ പറ്റിച്ച് അവൻ ട്രാവൽസ് കയ്യേറി. ഇപ്പം അവൻ അച്ഛനെ കൂടി കൊണ്ടുവന്ന് കയറ്റിയിരിക്കുക. അതും കൊള്ളൻ.